അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവസ്വം ബോർഡിന്റെ LD ക്ലർക്ക്, LD ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ 27 തസ്തികകളിൽ 37 തസ്തികകളിലായിട്ട് 312 ഒഴിവുകളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിജ്ഞാപനമാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നായിരിക്കും ഇതിന്റെ വിജ്ഞാപനം വരുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിന്റെ പുതിയ വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ തസ്തികയിലും ഏജ് ലിമിറ്റ് എത്രയാണ്, അതുപോലെ തന്നെ അതിന്റെ ശമ്പള സ്കെയിൽ എത്രയാണ്, എത്ര ഒഴിവുകളുണ്ട് എന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. ആദ്യം LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 ആണ്. 18 to 36 ആണ് ഏജ് ലിമിറ്റ്. 113 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ പ്യൂൺ ഓഫീസ് അറ്റൻഡന്റ് അതിന്റെ 18 to 36 ആണ് ഏജ് ലിമിറ്റ്. 14 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്ട്രോങ് റൂം ഗാർഡ് അതിന്റെ ഏജ് ലിമിറ്റ് 18 to 36 ആണ്. 9 ഒഴിവുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ അതിന് 7 ഒഴിവുകളാണ് ഉള്ളത്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോ ഓഫീസർ ഗ്രേഡ് 2 അതിന് ഒരൊഴിവാണുള്ളത്. അതുപോലെ തന്നെ ലൈബ്രറിയൻ അതിനും ഒരൊഴിവാണുള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രസ് മാനേജർ അതിനും ഒരൊഴിവാണുള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ പ്രസ് അതിനും ഒരൊഴിവാണുള്ളത്. ബൈൻഡർ ഉണ്ട്, ബൈൻഡറിനും ഒരൊഴിവാണുള്ളത്. അതുപോലെ തന്നെ ട്യൂട്ടർ മ്യൂസിക് അതിനും ഒരൊഴിവാണുള്ളത്. പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ അതിന് 12 ഒഴിവാണുള്ളത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ അതിന് ഒരൊഴിവാണുള്ളത്. വാച്ച്മാന് 38 ഒഴിവാണ് ഉള്ളത്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലൈബ്രറിയൻ ഗ്രേഡ് 2 അതിന്റെ ഏജ് ലിമിറ്റ് വ്യത്യാസമുണ്ട്. 20 to 40 ആണ് ഏജ് ലിമിറ്റ്, അവിടെയും ഒരൊഴിവാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ അവിടെയും ഒരു ഒഴിവാണുള്ളത്. ഏജ് ലിമിറ്റ് 18 to 36 ആണ്. അതുപോലെ തന്നെ PGT ഫിസിക്സ് അതിന് 20 to 40 ആണ് ഏജ് ലിമിറ്റ്, ഒരൊഴിവാണ് ഉള്ളത്. PRT ഡ്രോയിങ് അതിനും ഒരൊഴിവാണുള്ളത്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ടർ മ്യൂറൽ പെയിന്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് ഒരൊഴിവാണ് ഉള്ളത്. അതുപോലെ തന്നെ ക്ലർക്ക് ദേവസ്വം അതിന് ഒരൊഴിവാണുള്ളത്. അതുപോലെ തന്നെ ക്ലർക്ക് ദേവസ്വം ജൂനിയർ ദേവസ്വം ബൈ ട്രാൻസ്ഫർ അതിന് 8 ഒഴിവാണുള്ളത്. അതുപോലെ തന്നെ LD ടൈപ്പിസ്റ്റിന് 3 ഒഴിവാണുള്ളത്. അവിടെ ഏജ് ലിമിറ്റ് LD ടൈപ്പിസ്റ്റിന് 18 to 36 ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതുപോലെ തന്നെ സോപാനം പാട്ട് അതിന് 3 ഒഴിവുണ്ട്. അതുപോലെ തന്നെ കഴകം 15 ഒഴിവുണ്ട്. അതുപോലെ തന്നെ LD ക്ലർക്ക് കൂടൽ മാണിക്യം ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അതിന് 1 ഒഴിവാണുള്ളത്. കീഴ്ശാന്തി 2 ഒഴിവാണുള്ളത്. ഇങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത്. 312ഓളം ഒഴിവുകളാണ് മൊത്തത്തിൽ വരുന്നത്. 37 തസ്തികകളിലായിട്ടാണ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ്. സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. നിങ്ങൾ KDRBയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ പ്രസ്തുത നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഓരോരുത്തരും അവരവരുടെ ഏജ് ലിമിറ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 18 to 36 ഏജ് ലിമിറ്റിൽ വരുന്ന ഒഴിവുകളും അതുപോലെ തന്നെ 20 to 40 ഏജ് ലിമിറ്റിൽ വരുന്ന ഒഴിവുകളും ഉണ്ട്. ഓരോ ഒഴിവുകളും അവരവരുടെ ഏജ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഏതൊക്കെയാണോ ഏജ് ലിമിറ്റുള്ള ആ ഏജ് ലിമിറ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടേതായ തസ്തികകളിൽ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ അതൊക്കെ തിരഞ്ഞെടുത്ത് കൃത്യമായിട്ട് നോക്കി അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം 37 തസ്തികകളിലാണ് വിജ്ഞാപനം വന്നത്. ഇത്രയധികം തസ്തികകൾ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ യോഗ്യത അനുസരിച്ചുള്ള പല തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള യോഗ്യതകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റംബർ 30 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ KDRBയുടെ സൈറ്റിൽ നോക്കിയാൽ കൂടുതൽ വിശദ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കണം. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.